നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സ്വർണവും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് CPM RSS ബന്ധമെന്ന ആരോപണത്തിന് പിന്നിലെ പ്രധാന പ്രേരക ഘടകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 5 വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ സ്വർണ്ണക്കടത്ത് തടയുന്ന സർക്കാർ പ്രവർത്തനം ഇല്ലാതാക്കാനും മതന്യൂനപക്ഷങ്ങളെ LDFിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിവാദമാകുന്നു. PV അൻവറിന് പിന്നാലെ വിഷയം ഏറ്റെടുത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും. 5 കൊല്ലത്തിനിടെ മലപ്പുറത്ത് മാത്രം 150 കിലോ സ്വർണവും 123 കോടിയുടെ ഹവാല പണവും പിടികൂടിയിട്ടുണ്ടെന്നും പറഞ്ഞ മുഖ്യമന്ത്രി, സ്വർണ്ണക്കടത്ത് വഴി മലപ്പുറത്ത് എത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന ദി ഹിന്ദു ദിനപത്രത്തിലെ പരാമർശമാണ് വിവാദമാകുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് PV അൻവർ MLA പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന മാമി തിരോധന കേസിലെ വിശദീകരണ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും അൻവർ വിമർശനം ആവർത്തിച്ചത്. ദി ഹിന്ദു ദിനപത്രത്തിലെ സ്വർണം പിടിക്കൽ പരാമർശത്തിലൂടെ മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്നും കോഴിക്കോട്ടുള്ള കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും സ്വർണം പിടിച്ചാലും കുറ്റം മലപ്പുറത്തിനാണെന്നും മലയാള മാധ്യമങ്ങളോട് പറയാതെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഡൽഹിയെ അറിയിക്കാനാണെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് PV അൻവർ MLA. സ്വർണ്ണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാത്ത ഇങ്ങനെ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലെന്നും മുഖ്യമന്ത്രി കരുതിക്കൂട്ടി പറയുകയാണെന്നും ബോധ്യപ്പെടേണ്ട സമയമൊക്കെ കഴിഞ്ഞുവെന്നും അൻവർ പറഞ്ഞു. ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ തന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നതെന്നും അത് താൻ സഹിക്കില്ലെന്നും വർഗീയവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് തൻ്റെ അധിക ബാധ്യതയായി വന്നിരിക്കുകയാണെന്നും അൻവർ വ്യക്തമാക്കി. മലപ്പുറം കക്കാടംപോയിൽ PV അൻവറിൻ്റെ ഉടമസ്ഥതയുള്ള PVR നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി. കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു. അൻവർ CPMുമായി അകർന്നതോടെയാണ് പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത്. PV അൻവർ MLA തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. 5 നേരം നിസ്കരിക്കുന്നതിനാലാണ് തനിക്ക് അൻവറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നത് കള്ളപ്രചരണമാണ്. ഈ തുറുപ്പ് ചീട്ട് അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ബാലൻ പറഞ്ഞു. അൻവർ പറഞ്ഞ 4 കാര്യങ്ങളിലും മികച്ച ഉദ്യോഗസ്ഥരെ വെച്ചാണ് അന്വേഷിക്കുന്നതെന്നും റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാമായിരുന്നില്ലേ എന്നും AK ബാലൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അൻവറിനെതിരെ കേസെടുക്കുന്നു. കേസും നടപടികളുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും PV അൻവർ എന്ന വ്യക്തിയല്ല, ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. PV അൻവറിനെതിരെ ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നതെന്നും വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ അൻവറിൻ്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിലമ്പൂരിൽ PV അൻവർ MLA നടത്തിയ വിശദീകരണ യോഗത്തിലെ ജനപങ്കാളിത്തം ഇടതുപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇത്തരമൊരു പ്രശ്നത്തിൽ യോഗം വിളിച്ചാൽ അത് CPMനെതിരാണെങ്കിൽ കൂടുതൽ ആളുകൾ വരുമെന്നും അത് താൽക്കാലികം മാത്രമാണെന്നും TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. PV അൻവർ MLA മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് സലാം ആവശ്യപ്പെട്ടു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണിതെന്നും മുഖ്യമന്ത്രി പരാമർശം പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരായി പോലീസ് തുടരുന്ന നടപടികൾ നിർത്തേണ്ടതില്ലെന്നും വിവരം കിട്ടുന്നതനുസരിച്ച് സ്വർണ്ണക്കടത്ത് പോലീസ് പിടികൂടണമെന്നും DGP
ഷെയ്ഖ് ദർവേസ് സാഹിബ് പറഞ്ഞു. വിവാദങ്ങളെ തുടർന്ന് പിന്മാറേണ്ടതില്ലെന്നും സ്വർണ്ണക്കടത്തിന് പിന്നിൽ മാഫിയയാണെന്നും സ്വർണ്ണക്കടത്ത് പോലീസ് പിടിച്ചില്ലെങ്കിൽ അത് മറ്റു കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുമെന്നും DGP യോഗത്തിൽ വ്യക്തമാക്കി. PV അൻവർ പരിധി വിട്ടെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. പേര് നോക്കി വർഗീയവാദിയാക്കുന്ന അനുഭവം തനിക്കറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്തെ പോലീസിനെ കുറിച്ച് അൻവർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞു. മാമി കേസിൽ നിലവിലെ അന്വേഷണത്തിൽ ഒരു ചുക്കും നടക്കില്ലെന്ന് PV അൻവർ MLA പറഞ്ഞു. ADGP അജിത്തിന് മുകളിൽ പരുന്തും പറക്കില്ലെന്നും മുഖ്യമന്ത്രി ക്രിമിനലായ ഒരാളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു. മുതലക്കുളത്തിൽ മാമി കേസ് തിരോധന കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണ യോഗത്തിലാണ് അൻവറിൻ്റെ പരാമർശം. നടൻ സിദ്ദീഖിന് സുപ്രീം കോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ സിദ്ദീഖ് ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബലാത്സംഗ കേസിലെ പ്രതി നടൻ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് റിപ്പോർട്ട്. അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം SITക്ക് മുൻപാകെയാകും ഹാജരാവുകയെന്നാണ് വിവരം. ബലാത്സംഗ കേസ് പ്രതി സിദ്ദീഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി വിധിയിൽ പ്രതികരിച്ച് മന്ത്രി R ബിന്ദു. ബലാത്സംഗ കേസ് പോലുള്ളവയിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ടെന്ന് ബിന്ദു അഭിപ്രായപ്പെട്ടു. വിധി സർക്കാരിന് എതിരിൽ നിന്നും കോടതി വിധിയെ മുൻകൂട്ടി കാണാനാവില്ലെന്നുമാണ് KK ശൈലജ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റി നിയോഗിച്ചതിൽ സർക്കാരിനെ അഭിനന്ദിക്കണമെന്നും ശൈലജ ചൂണ്ടിക്കാട്ടി. ജാഫർ ഇടുക്കിക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി ആലുവ സ്വദേശിയായ നടി. ജാഫർ ഇടുക്കിക്കെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിനും SITക്കും നടി ഇമെയിലായി അയച്ചു. നേരത്തെ ബാലേന്ദ്ര മേനോൻ, മുകേഷ് ജയസൂര്യ അടക്കം 7 പേർക്കെതിരെ ബലാത്സംഗ കുറ്റം അടക്കം ആരോപിച്ച് നടി പരാതി നൽകിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.